നമുക്കിന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ന്യൂസും അതിൻ്റെ UPSC പെർസ്പെക്റ്റീവും നോക്കാം. ഫസ്റ്റ് ന്യൂസ് ഫുക്കുഷിമ റിലേറ്റഡ് ആണ്. 2011 സുനാമി നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുക്കുഷിമ ന്യൂക്ലിയർ പ്ലാന്റിന് ഡാമേജ് സംഭവിക്കുകയും ഫുക്കുഷിമ ടൗൺ ഹൈലി റേഡിയോ ആക്റ്റീവ് മാറുകയും ചെയ്തു. അവിടുത്തെ പ്ലാന്റ്സും ആനിമൽസും അതുപോലെ തന്നെ വാട്ടറും ഒക്കെ ഹൈലി റേഡിയോ ആക്റ്റീവ് മാറി. സോ അവർ അവിടുത്തെ വേസ്റ്റ് വാട്ടർ മാറ്റി ആ ഏരിയനെ ക്ലീൻ ആക്കാനുള്ള വർഷങ്ങളായിട്ടുള്ള ശ്രമത്തിലാണ്. സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസായത്. അതായത് ട്രിഷിയേറ്റഡ് വേസ്റ്റ് വാട്ടർ, ഹൈഡ്രജന് 3 ഐസോട്ടോപ്സ് ഉണ്ട്. അതിൽ ട്രിഷ്യം എന്ന് പറയുന്ന ഐസോട്ടോപ്പ് വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വളരെയധികം പാടാണ്. സോ ഈ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ട്രിഷ്യം വേസ്റ്റ് വാട്ടർ പസഫിക് ഓഷനിൽ അവർ കുറേശ്ശെയായിട്ട് റിമൂവ് ചെയ്യുകയാണ്. സോ ഈ പസഫിക് ഓഷനായിട്ട് ജോഗ്രഫിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾക്ക് ഇതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് കാരണം പസഫിക് ഓഷൻ വാം ആവുന്നുണ്ട്. സോ എന്താണ് പസഫിക് ഓഷനിൽ ഈ ട്രിഷിയേറ്റഡ് വേസ്റ്റ് വാട്ടർ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് എന്ന് റിസർച്ചുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ജപ്പാൻ പറയുന്നത് സഫീഷ്യൻ്റ്ലി ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ട്രിഷ്യം ഈ പറയുന്ന പസഫിക് ഓഷനിലേക്ക് അയക്കുന്നതെന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് ഗയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓഷൻ കറൻസ്, അതായത് ഈ പറയുന്ന പസഫിക് ഓഷനിൽ ഒരുപാട് ഓഷൻ കറൻസ് ഉണ്ട്, സർക്കുലേഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്രിഷിയേറ്റഡ് വാട്ടർ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് റിസർച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുറേഷ്യോ കറൻസ്, വാട്ടർ കറൻസ്, ഓഷൻ കറൻസായ കുറേഷ്യോ കറണ്ട് പസഫിക് ഓഷനിലെ വാം വാട്ടർ കറണ്ടാണ്. അത് ട്രിഷ്യൻ സ്പ്രെഡിന് കൂടുതൽ അനുകൂലമായ ഘടകമാണ്. അത് കാരണം ചൈന അതുപോലുള്ള ഐലൻഡ് നേഷൻസിനെയൊക്കെ ബാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ റിസർച്ച് പറയുന്നത് റിസ്ക് നെഗ്ലിജിബിൾ ആണ്. ഇത് ഹ്യൂമൻ സ്കിന്ന് പെനിട്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് പോലും ട്രിഷ്യത്തിനില്ല. അതുപോലെ തന്നെ ട്രിഷ്യത്തിൻ്റെ ഹാഫ് ലൈഫ് വെറും 12 years ആണ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻ്റ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് അതിൻ്റെ അളവ് പകുതിയാവാൻ എടുക്കുന്ന ടൈമാണ്. സോ ഏകദേശം ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പസഫിക് ഓഷനിൽ ട്രിഷ്യ അപ്രത്യക്ഷമാകുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഇതാണ് ഫുക്കുഷിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്. ഇതിൽ ട്രിഷിയേറ്റഡ് വേസ്റ്റ് വാട്ടർ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഫുക്കുഷിമയുടെ ജോഗ്രഫിക്കൽ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുക. പസഫിക് ഓഷൻസിലെ കറൻസ്, ഗയർ സർക്കുലേഷൻ എന്താണെന്ന് കൂടുതൽ വായിക്കുക. ഹാഫ് ലൈഫ് ഓഫ് ട്രിഷ്യം 12 years ആയതുകൊണ്ട് തന്നെ പസഫിക് ഓഷനിലെ ഇഷ്യൂസ് നമുക്ക് വർഷങ്ങൾ കൊണ്ട് അത് മാറും എന്നാണ് ജപ്പാൻ പറയുന്നത്. അടുത്ത ന്യൂസ് ഇന്ത്യ US താരിഫ് വാറിനെ പറ്റിയാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ US താരിഫ് വാറിൽ എൻ്റെ ഒരു തുടക്കം ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ടാക്സും അതിൻ്റെ കൂടെ തന്നെ ഒരു പെനാൽറ്റി ടാക്സുമാണ്. റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഒരു രാജ്യത്തോട്ട് എക്സ്പോർട്ട്സ് നടത്തുന്നുണ്ട്. ആ എക്സ്പോർട്ട്സിന് ആ രാജ്യം വളരെയധികം ഹൈ താരിഫ് ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും തിരിച്ചതുപോലെ എക്സ്പോർട്ട്സ് അവരുടെ എക്സ്പോർട്ടുകൾക്ക് നമ്മളും താരിഫ് ഈടാക്കും. അതിനാണ് റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത്. നമ്മൾ അവരുടെ പ്രൊഡക്ഷന് മേളിൽ താരിഫ് ഈടാക്കുന്ന ഹൈ റേറ്റ് താരിഫ് ഈടാക്കുന്നുണ്ട്, അവർ തിരിച്ച് ഈടാക്കുന്നതാണ് പറയുന്നത്. ഇതിൽ അടുത്ത പ്രശ്നം ഒരു പെനാൽറ്റി ടാക്സും കൂടെ 25% ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. ആ റഷ്യൻ ഓയിൽ റഷ്യ യുക്രൈൻ വാറിനെ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് പോലെയാണെന്നാണ് US പറയുന്നത്. ഇതിലെ തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ക്രിട്ടിക്കൽ മിനറൽസും കെമിക്കൽസും റഷ്യയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഓയിലും LNGയും റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ ചെയ്യുന്നതിനാണ് പ്രശ്നം. ഇവിടെ ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ ഉള്ള ചില അപാകതകളാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ ഫോറിൻ പോളിസി കൂടുതൽ റിയാക്ഷണറി ഫോറിൻ പോളിസിയായി മാറുന്നു. ഒരു ലോങ് ടേം സസ്റ്റൈനബിൾ പോളിസി ഇല്ലാത്തതിൻ്റെ കുറവാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോ ഇന്ത്യ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ അതുപോലെ തന്നെ ഫാമേഴ്സ്, ഫിഷർമാൻ, ഡയറി കീപ്പേഴ്സിനെയൊക്കെ ഈ പറയുന്ന അമേരിക്കയുടെ താരിഫ് പ്ലാൻസിനെ അംഗീകരിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ ഇതിന് ബാധിക്കും. സോ അതുകൊണ്ടാണ് ഇന്ത്യ അവരുമായിട്ടുള്ള താരിഫ് ടോക്സിൽ എഗ്രി ചെയ്യാത്തതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ US-ന് പ്രധാനമായിട്ട് വേണ്ടത് ഇന്ത്യയിലെ സബ്സിഡി ഒഴിവാക്കുക, അതുപോലെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ മാർക്കറ്റ് പുറത്തുനിന്നുള്ള ഇമ്പോർട്ടുകൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അതുപോലെ റഷ്യൻ ഓയിൽ സ്റ്റോപ്പ് ചെയ്യുക. റഷ്യൻ ഓയിലിൻ്റെ ഇന്ത്യക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 2022 മുമ്പ് വെറും 1% ഓയിൽ ഇമ്പോർട്ട് മാത്രമായിരുന്നു റഷ്യ എന്നുള്ളതെങ്കിൽ ഇപ്പോൾ ഏകദേശം 35 to 40% നമ്മൾ അവിടുന്ന് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഓയിൽ ഇമ്പോർട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ റഷ്യയിലെ ഈസ്റ്റ്, അതായത് അവരുടെ ഏറ്റവും കിഴക്കൻ പ്രവിശ്യയിലുള്ള സാക്ലിൻ ഓയിൽ ഫീൽഡിൽ നമ്മുടെ ONGCയുടെ വിദേശ് അവരുടെ ഫോറിൻ വിങ്ങിന് ഒരു ഹൈലി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഓയിൽ ഫീൽഡാണ് സാക്ലിൻ ഓയിൽ ഫീൽഡ്. അതുപോലെ തന്നെ നൈറ എനർജി, ഇന്ത്യയിൽ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന നൈറ എനർജി പവേർഡ് ബൈ റഷ്യ. അങ്ങനെ റഷ്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് റഷ്യക്ക് ഇന്ത്യയിലും
ഓയിലിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ആയി കഴിഞ്ഞു. സോ നമുക്ക് അങ്ങനെയൊന്നും റഷ്യൻ ഓയിൽ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യ റഷ്യൻ ഓയിൽസിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആക്കുന്നതുമുണ്ട്. സോ ഇന്ത്യയുടെ അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ കോഡ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നവംബർ 2025. കോഡ് ഇന്ത്യ, ജപ്പാൻ, US, ഓസ്ട്രേലിയ അടങ്ങുന്ന ഒരു മെമ്പർ ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഇന്ത്യ റഷ്യയിൽ SCO സമ്മിറ്റിനും പോകുന്നുണ്ട്. സോ ഇന്ത്യ എപ്പോഴും സ്ട്രാറ്റജിക്കലി ബാലൻസ് ചെയ്യാനാണ് കാര്യങ്ങൾ നോക്കുന്നത്. ചില സമയങ്ങളിൽ അത് ബാക്ക് ഫയർ ചെയ്യുന്നുമുണ്ട്. സോ കോഡ് സമ്മിറ്റ് ഇന്ത്യ, ജപ്പാൻ, US, ഓസ്ട്രേലിയ രാജ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇന്ത്യ US താരിഫ് വാറിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് ബീഹാർ SIR ലിസ്റ്റിലെ മിസ്സിംഗ് പീപ്പിൾസിനെ പറ്റിയുള്ള ന്യൂസ്. അതായത് ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തി. 2025 സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തി ഈ വോട്ടർ പട്ടികയിൽ ഒരു ഡ്രാഫ്റ്റ് വോട്ടർ പട്ടിക തയ്യാറാക്കി ആളുകളെ ചേർത്തുകൊണ്ട്. സോ അത് പഴയ കണക്കിൽ നിന്ന് 65 ലക്ഷം ആൾക്കാർ മിസ്സിംഗ് ആണ്. ഈ 65 ലക്ഷം ആൾക്കാർ മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് നമ്പറാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ട ആൾക്കാരെ വിത്തൗട്ട് വെരിഫിക്കേഷനാണ് ആഡ് ചെയ്തേക്കുന്നത്. അവരോട് 11 ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും 11 ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അവരുടെ ഫൈനൽ സ്റ്റാറ്റസ് അൺസർട്ടൈൻ ആണ്. സോ ഇങ്ങനെ ഒരു ഡിലമയിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്നത്. സോ നമുക്കിതിൽ നിന്ന് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആധികാരികതയാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇതൊരു പെർമനൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓട്ടോണോമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പെർമനൻ്റ് ആണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഓട്ടോണോമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇത് എങ്ങോട്ടേക്കുള്ള ഇലക്ഷനുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്? ലോക്സഭയിലോട്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. സോ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ആർട്ടിക്കിൾ 324 ആണ്. ആർട്ടിക്കിൾ 324 പ്രകാരം ചീഫ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു പ്രസിഡൻ്റാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി 6 years അല്ലെങ്കിൽ 65 years പ്രായം വരെ ആണ്. സെയിം സ്റ്റാറ്റസ് ആൻഡ് സാലറി ഒരു സുപ്രീം കോടതി ജഡ്ജിന് കിട്ടുന്ന സെയിം സ്റ്റാറ്റസും സാലറിയും പെർക്കുകളുമാണ് ഇലക്ഷൻ കമ്മീഷണർക്ക് കിട്ടുക. അതുപോലെ തന്നെ റിമൂവലും സുപ്രീം കോടതി ജഡ്ജിൻ്റെ അതേപോലെ തന്നെ പാർലമെൻ്റ് ആയിരിക്കും. അതാണ് ആർട്ടിക്കിൾ 324. ഇനി ഡ്യൂട്ടീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ഏരിയാസ് ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളത്. അതായത് ഒരു ഡിലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് ഉണ്ട്. അത് പ്രകാരം പോപ്പുലേഷൻ അനുസരിച്ച് തിരിച്ചിരിക്കുന്ന ടെറിട്ടോറിയൽ ഏരിയാസ് തിരിക്കുക, കോൺസ്റ്റിറ്റ്യുവൻസികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു വലിയ ഡ്യൂട്ടി അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രൽ റോളുകൾ പ്രിപ്പയർ ചെയ്യുക, എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ രജിസ്റ്റർ ചെയ്യുക, പിന്നെ ഇലക്ഷൻ്റെ ഡേറ്റുകളും ഷെഡ്യൂൾസും തീരുമാനിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്. ഇവരുടെ ഫങ്ഷൻസ് പ്രധാനമായിട്ട് അഡ്വൈസറിയും കോസി ജുഡീഷ്യലുമാണ്. സോ അഡ്വൈസറി ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന എലക്ട് ചെയ്ത MPs ഏതെങ്കിലും തരത്തിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അഡ്വൈസ് പ്രസിഡന്റ്. സോ അഡ്വൈസറി നേച്ചർ ഈ കാര്യം കൊണ്ടാണ് കിട്ടുന്നത്. ഇനി കോസി ജുഡീഷ്യൽ ഫംഗ്ഷനും ഉണ്ട് അവർക്ക്. അവർ കോർട്ടായിട്ട് ആക്ട് ചെയ്യും. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടികളുടെ റെക്കഗ്നിഷനും അതുപോലെ തന്നെ അവർക്ക് ഇലക്ഷൻ സിമ്പിൾസ് അലോക്കേറ്റ് ചെയ്യുന്നതിലും അവർക്ക് കോസി ജുഡീഷ്യൽ അംഗീകാരമാണ് ഉള്ളത്. സോ ഇതാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് മോഡൽ കോഡ് ഓഫ് കണ്ടന്റിനെ പറ്റിയൊക്കെ വായിക്കാവുന്നതാണ്. അടുത്തത് AI റീഷേപ്പിംഗ് ഇന്ത്യാസ് ഇൻഫോടെക്. അതായത് ഈ ഇടയ്ക്ക് നമ്മൾ വാർത്തയിൽ കണ്ടായിരുന്നു ടാറ്റ കൺസൾട്ടൻസി സർവീസ് 12,000 തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരു പ്ലാൻ ഉള്ളത് അവർക്ക്. അതുപോലെ തന്നെ ഒരു ഹയറിങ് ഫ്രോസൺ ചെയ്യാനും തീരുമാനിക്കുന്നൊരു അവസ്ഥയുണ്ട്. സോ ഇത് AIയുടെ വരവോടെ ഒരു AI ഡ്രിവൺ ട്രാൻസ്ഫോർമേഷൻ ആണെന്നാണ് പറയുന്നത്. സോ ഇത് എങ്ങനെ IT മേഖലയെ ബാധിക്കും എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. നമ്മുടെ ITയിൽ ഏകദേശം 5.8 മില്യൺ പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് അത് $880 ബില്യൺ റവന്യൂവും ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട്. സോ എക്സ്പേർട്സ് പറയുന്നത് ഇത് AI കാരണം നഷ്ടപ്പെടുന്ന ജോലികളല്ല. പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്ത് എല്ലാവരും ജോലി പോകുമെന്ന് ഭയപ്പെട്ടിരുന്നു. സോ പക്ഷേ ഹ്യൂമൻസ് അതിൽ നിന്ന് ഇവോൾവ് ആയി അതിൽ നിന്ന് ജോലി കണ്ടെത്തുകയാണ് ചെയ്തത്. സോ AI വരുന്നവിടെ അതിന് ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണിത്. അതുകൊണ്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഹ്യൂമൻസ് ഇവോൾവ് ആയി അത് കൂടുതൽ ഹ്യൂമൻസിന് ഉപകാരപ്പെടുന്ന രീതിയിൽ AI എത്തുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി മുതൽ ആൾക്കാർ കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഡ്രിവൺ ആയിട്ടുള്ളൊരു ഗ്രോത്തിന് പകരം എക്സ്പെർട്ടൈസ് ഡ്രിവൺ ആയിട്ടുള്ളൊരു ഗ്രോത്തിലേക്കാണ് AI ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു പുതിയ എറ നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് 13 ഓഗസ്റ്റ് ഓർഗൻ ഡൊണേഷൻ ഡേ ആയിരുന്നു. ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് ആൻസറിങ് ദ കോൾ എന്നുള്ളതാണ്. സോ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റിയിട്ട് ഇന്ത്യയിൽ ഒരുപാട് മിത്തും മിസ്കൺസെപ്ഷൻസും ഒക്കെ ഉണ്ട്.
ഇന്ത്യയിൽ ഈ പറയുന്ന ഓർഗൻ ഡൊണേഷൻ റേറ്റ് വളരെ കുറവാണ്. 1,000,000 പോപ്പുലേഷന് 0.8 ഡൊണേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. സ്പെയിൻ പോലുള്ള സ്ഥലങ്ങളിൽ അത് 45 പെർ മില്യൺ ആണ്. ഓരോ വർഷവും 5 ലക്ഷം ലൈഫ് വരെ നഷ്ടപ്പെടുന്നുണ്ട്. 2013 4,990 എന്നുള്ള കണക്കിൽ നിന്ന് 2023 18,378 എത്തിയെങ്കിൽ പോലും ഈ പറയുന്ന 18,378 അതിൽ 1,099 ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആൾക്കാരിൽ നിന്നായിരുന്നു. ഇതുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഓർഗൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനാണ്. ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ വരുന്ന ഓർഗനൈസേഷനാണെന്ന് അറിഞ്ഞിരിക്കുക. സോ മിനിസ്ട്രി ചോദിക്കാറുണ്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലാണ് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വരുന്നത്. സോ ഇതാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മൂവോണിനെ പറ്റി സയൻസ് ആൻഡ് ടെക്നോളജി പേജിൽ വാർത്ത വന്നിരുന്നു. മൂവോണിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു എലമെൻ്ററി പാർട്ടിക്കിളാണ് ഇലക്ട്രോൺസിനെ പോലെ, പക്ഷേ 200 ടൈംസ് ഹെവിയർ ആണ് ഇലക്ട്രോണിനെക്കാളും. ഇലക്ട്രോണിനെ പോലെ തന്നെ നെഗറ്റീവ് ചാർജും സ്പിന്നും ഇലക്ട്രോണിനെ പോലെ തന്നെയാണ്. പക്ഷേ ആറ്റംസിൽ ഇവരെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പർ അറ്റ്മോസ്ഫിയറിലാണ് മൂൺസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ പഠിക്കാൻ മൂൺ സഹായിക്കും. ഇതാണ് മ്യൂണിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനെ പറ്റി പഠിക്കാൻ കാരണം സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യയിലോട്ടുള്ള വരവാണ്, എലൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക്. സോ എന്താണ് സ്റ്റാർലിങ്ക്, എവിടെയാണ് സാറ്റലൈറ്റ്സ് സ്റ്റാർലിങ്ക് വിക്ഷേപിക്കുന്നത്? സോ നമുക്ക് ജിയോ സ്റ്റേഷനിങ് എർത്ത് ഓർബിറ്റ്സുണ്ട്, അതുപോലെ മീഡിയം എർത്ത് ഓർബിറ്റ്സുണ്ട്, പിന്നെ ലോവർ എർത്ത് ഓർബിറ്റ്സുണ്ട്. അതിനകത്ത് ജിയോ സ്റ്റേഷനിങ് എർത്ത് ഓർബിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 35,786 കിലോമീറ്റർ ആ റേഞ്ചിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മീഡിയം എർത്ത് ഓർബിറ്റ്സ് 2,000 to 35,786 കിലോമീറ്റർ ആ റേഞ്ചിലാണ് ഇരിക്കുന്നത്. ലോവർ എർത്ത് ഓർബിറ്റ് 2,000 കിലോമീറ്ററിന് താഴെ. സോ ഈ സ്റ്റാർലിങ്കിൻ്റെ സാറ്റലൈറ്റുകൾ ലോ എർത്ത് ഓർബിറ്റ് LEOയിലാണ് സ്ഥാപിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ലോ ലേറ്റൻസിയാണ്, അതായത് ഡേറ്റ ട്രാൻസ്ഫറിന് അധികം സമയം പിടിക്കില്ല. ഒരു ഇൻ്റർനെറ്റ് യൂസറിന് ഏറ്റവും ആവശ്യം ലോ ലേറ്റൻസിയാണ്. അതുപോലെ തന്നെ സാറ്റലൈറ്റുകളുടെ സ്മോൾ സൈസ് ലോവർ എർത്ത് ഓർബിറ്റുകളിൽ ഡിപ്ലോയ് ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ സ്മോളർ കവറേജ് ഏരിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മെഗാ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് വേണം. സ്റ്റാർലിങ്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. 42,000 സാറ്റലൈറ്റ്സ് ആണ് അവർ ഈ പറയുന്ന LEOയിലൊക്കെ വിക്ഷേപിക്കുന്നത്. പക്ഷേ ഈ സ്മോൾ കവറേജ് ഏരിയ എന്ന് പറയുന്ന പോലെയും അവർ മാറ്റുന്നത് ഇതിൻ്റെ സ്പീഡാണ്. 27,000 കിലോമീറ്റർ പെർ അവറിലാണ് ഇത് സഞ്ചരിക്കുന്നത്. സോ അതാണ് സ്റ്റാർലിങ്ക്. സ്റ്റാർലിങ്ക് കൊണ്ട് ഇന്ത്യക്ക് വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റിമോട്ട് ഏരിയാസ്, അതായത് ടെറൈൻ മോശമായിട്ട് നമുക്ക് ടവേഴ്സ് ഒന്നും സ്ഥാപിക്കാൻ പറ്റാത്ത ഏരിയകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഗ്ലോബൽ കവറേജ് സാധ്യമാവും ഇത്രയധികം സാറ്റലൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ. ഇനി ഒരു ഡിസാസ്റ്റർ സമയത്തും ഇൻ്റർനെറ്റ് സേവനം ലഭിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇത്. എക്സാമ്പിൾസ് ആയിട്ട് ഹറിക്കെയിൻ ഹാർവേ 2017 ഹറിക്കെയിൻ ഉണ്ടായ സമയത്ത് ഹാർവേയിൽ ഈ പറയുന്ന US വയാസാറ്റ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അവരെ ഇൻ്റർനെറ്റിന് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാറിലും ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ ഉപയോഗം ഉണ്ടായി. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്റ്റാർലിങ്ക് ഇന്ത്യയിലോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ US ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ആണ്. അതുപോലെ തന്നെ ഇവർ ഈ പറയുന്ന ഡേറ്റ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള കൺസേൺസ് ഉണ്ട്. സോ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. ഈ ഇൻ്റർനെറ്റ് സാറ്റലൈറ്റിന് 2 സെഗ്മെൻറ്റ്സ് ആയിട്ട് ആണ് പറയാൻ പറ്റുക. സ്പേസ് സെഗ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ട് സെഗ്മെൻറ്റും ഉണ്ട്. സ്പേസ് സെഗ്മെൻറ്റ് സാറ്റലൈറ്റ്, അതുപോലെ ഗ്രൗണ്ട് സെഗ്മെൻറ്റിൽ യൂസർ ടെർമിനൽസും കാണും. സോ ഒരു ടെർമിനൽ സ്ഥാപിക്കുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. സോ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ടു സെൽഫോൺ കണക്ഷൻസ് പറ്റി ആലോചിക്കുന്നുണ്ട്. സോ അതാണ് ഇൻ്റർനെറ്റ് വയ സാറ്റലൈറ്റ് കണക്ടിവിറ്റി. ഇനി അടുത്ത ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നോൺ സ്റ്റേറ്റ് സൊല്യൂഷൻ. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഒരു നോൺ സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് വേണ്ടി തന്നെ പുഷ് ചെയ്യുകയാണ്, പലസ്തീൻ്റെ സോവറിനിറ്റി ഇല്ലാതാക്കിക്കൊണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പൊളിറ്റിക്കൽ സർവൈവൽ തന്നെയാണ്. ഈ ഒരു വാർ ഇല്ലാതായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അതോടെ തീരും. ഇപ്പം തന്നെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട്, ജനോസൈഡ് ക്ലൈംസ് ആരോപിച്ച് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാർവേഷൻ മുതലായ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് പാലസ്തീൻ ജനതയ്ക്ക് മുകളിൽ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ബാൽഫോർ ഡിക്ലറേഷന് 108 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടൻ പാലസ്തീനെ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് 1917 ബ്രിട്ടീഷ് ഗവൺമെൻറ് പുറപ്പെടുവിപ്പിച്ച്. അതായത് പാലസ്തീൻ ടെറിട്ടറിയിൽ ജൂയിഷ് പീപ്പിളിനായിട്ടുള്ളൊരു നാഷണൽ ഹോം വേണമെന്നുള്ളത്. സോ ആ ഒരു ബാൽഫോർ ഡിക്ലറേഷൻ, ജൂയിഷ് പീപ്പിളിന് പാലസ്തീനിലൊരു നാഷണൽ ഹോം വേണമെന്നുള്ള ബാൽഫോർ ഡിക്ലറേഷന് 108 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം പാലസ്തീനെ അംഗീകരിക്കുകയാണ് ബ്രിട്ടൻ. അതാണ് ഈ പറയുന്ന പാലസ്തീനായിട്ടുള്ള വാർത്ത. അടുത്തത് ജമ്മു കാശ്മീർ ക്ലൗഡ് ബസ്റ്റിനെ പറ്റിയാണ്.
വലിയൊരു ദുരന്തമാണ് ജമ്മു കാശ്മീരിൽ സംഭവിച്ചിട്ടുള്ളത്. സോ എന്താണ് ക്ലൗഡ് ബസ്റ്റ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ക്ലൗഡ് ബസ്റ്റ് വളരെ ഷോർട്ട് ലിവ്ഡായിട്ട് വളരെ കുറച്ച് ഏരിയയിൽ പെട്ടെന്നുണ്ടാകുന്ന മഴയാണ്. ഭയങ്കര ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്ന, അതായത് ഒരു 20-30 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ 100 mm/h മഴ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. സോ ഇത് കൂടുതലും ഇത് പ്രശ്നമായി മാറുന്ന ഓറോഗ്രാഫിക്കലി ഡോമിനൻ്റ് ഏരിയാസിലാണ് ക്ലൗഡ് ബസ്റ്റുകൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, ഹിമാലയൻ റീജിയൻസ്, നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലൊക്കെ ആണ് ക്ലൗഡ് ബസ്റ്റുകൾ സംഭവിക്കുന്നത്. അതായത് മലകളുടെ ഒരു സൈഡിൽ നിന്ന് വാം എയർ റൈസ് ആവുകയും ഇവിടെ ക്ലൗഡ്സ് ഫോം ചെയ്യുകയും പെട്ടെന്നുണ്ടാകുന്ന 100 mm മുകളിലുള്ള മഴ ഇവിടെ ഫ്ലാഷ് ഫ്ലഡ്സ് ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഫ്ലാഷ് ഫ്ലഡ്സ് ആണ് വലിയ ദുരന്തത്തിലേക്ക് കാരണമാകുന്നത്. സോ ഫ്ലാഷ് ഫ്ലഡ്സ് ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, നമ്മൾ എങ്ങനെ ഇതിനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ഡോപ്ലർ വെതർ റഡാർസിൻ്റെ സഹായം തേടാം. അതായത് ഡോപ്ലർ വെതർ റഡാർസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോപ്ലർ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്, അതായത് ഫ്രീക്വൻസിയുടെ ടെക്നോളജി യൂസ് ചെയ്ത് ഇപ്പം പാർട്ടിക്കിൾസ് വരുന്ന വേഗത ഡോപ്ലർ എഫക്റ്റ്, അതായത് ഫ്രീക്വൻസിയുടെ കൂടുതലും കുറവും മനസ്സിലാക്കി ആ പാർട്ടിക്കിളിൻ്റെ വേഗത മനസ്സിലാക്കുന്ന ടെക്നോളജി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിൻ വെലോസിറ്റി ഡേറ്റാസ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തും പറ്റും. എന്നാൽ പോലും ഇത് വളരെ ലോക്കലൈസ്ഡ് ആയതുകൊണ്ട് ക്ലൗഡ് ബസ്റ്റുകൾ നമുക്ക് നേരത്തെ അറിയുന്നത് ഭയങ്കര ഒരു പാടുള്ളൊരു കാര്യമാണ്. അതാണ് ക്ലൗഡ് ബസ്റ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നൊരു ഇമ്പോർട്ടൻ്റ് വാർത്ത, മേഘാലയയിലെ HIV ടെസ്റ്റിംഗ് മാരേജിന് മുമ്പ് മാൻഡേറ്ററി ആക്കാൻ പോകുന്നൊരു പ്ലാനുണ്ട്. ഗോവയിൽ ഇത് ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. അതായത് മാരേജിന് മുമ്പ് HIV ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം മാരേജ് നടത്താൻ പറ്റുന്നൊരു സാഹചര്യം. അതായത് ഇന്ത്യയിൽ ഇപ്പം HIV AIDS റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആക്ട് എന്ന് പറയുന്നത് HIV ഓർ AIDS പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 2017 ആണ്. ഇത് പ്രകാരം ഒരു HIV ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് കൺസെൻറ്റും കൗൺസിലിങ്ങും നൽകിയിരിക്കണം. അതായത് ഒരു AIDS പേഷ്യൻ്റ് ആണ് പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം. ഈ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് അതിന് മാൻഡേറ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തി ഈ പോസിറ്റീവ് പേഴ്സണെ ഒരു ആൻറ്റി റിട്രോവിയൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് ലിങ്ക് ചെയ്യണമെന്നും ഈ ആക്ടിൽ പറയുന്നുണ്ട്. സോ ഇതാണ് ഈ ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ HIV എന്താണെന്ന് മനസ്സിലാക്കണം. HIV ഇൻഫെക്ഷൻ ബാധിക്കുന്ന WBC സെൽസാണ്. WBCയിലെ CD4 സെൽസിനെ ഇത് കില്ല് ചെയ്യും. സോ HIV വൈറസ് CD4 സെൽസിനെ കില്ല് ചെയ്യും. CD4 സെൽസ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഇൻഫെഷ്യസ് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെയധികം കൂടും. AIDS എന്ന് പറയുന്ന ഈ HIV ഇൻഫെക്ഷൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജാണ്. സോ ഇതാണ് HIV ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം.